യഹ്യ ബിൻ ഹിലാൽ വറാഖ് എന്ന പേരുള്ള ഒരു ദരിദ്രൻ ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ പ്രയാസം പറഞ്ഞു. ഇമാം അഹ്മദ് റഹിമഹുള്ള അയാൾക്ക് 4 ദിർഹം നൽകി. ആ 4 ദിർഹം നൽകിയപ്പോ ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ അടുക്കൽ പണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഈ ഒരു ദാനധർമ്മത്തിന്റെ സമീപനം, പ്രയാസമുള്ള ഘട്ടത്തിലും ദാനം ചെയ്യുക, അതാണ് യഥാർത്ഥത്തിലുള്ള ഉദാരതയുടെ അടയാളം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദാനധർമ്മത്തെയാണ് പ്രവാചകൻ കൂടുതലായും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതരെ, അയ്യു സദഖത്തി അഅ്ലമു അജ്റാ, ഏത് ദാനധർമ്മത്തിനാണ് കൂടുതൽ പുണ്യം ലഭിക്കുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സ്വദ്ദഖ വ അൻത സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ വ തഅമലുൽ ഗിനാ. നീ ദാനം ചെയ്യുമ്പോൾ നീ ആരോഗ്യമുള്ള അവസ്ഥയിൽ ദാനം ചെയ്യുക. നിനക്ക് സാധിക്കുന്ന കാലത്ത്, നിനക്ക് ആരോഗ്യമുള്ള കാലത്ത് നീ ദാനം ചെയ്യുക. ഷഹീഹ്, പണം നിനക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ നീ ദാനം ചെയ്യുക. പണം നിനക്ക് അത്യാവശ്യമുള്ള, നിനക്ക് ആരോഗ്യമുള്ള ഘട്ടത്തിൽ നീ ദാനം ചെയ്യുക. തഖ്ശൽ ഫഖറ വ തഅമലുൽ ഗിനാ, നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും ഐശ്വര്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ദാനം ചെയ്യുക. അപ്പോൾ ദാനം ചെയ്യുന്നതിനാണ് കൂടുതൽ പുണ്യം. അതല്ലാതെ നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന ആ ഘട്ടത്തിൽ നീ പറയാണ്, എന്റെ ഇന്നാലിന്റെ സ്വത്ത് ഇന്നാലിന്നയാൾക്കാണ്. അത് നീ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നിന്റെ മരണത്തോടുകൂടി ഓരോരുത്തർക്കായി മാറിയിരിക്കുന്നു. നിനക്ക് ആരോഗ്യമുള്ള, അതോടൊപ്പം സമ്പത്ത് നിനക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഘട്ടത്തിൽ ദാനം ചെയ്യലാണ് ഏറ്റവും വലിയ ഉദാരത എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരം ദാനധർമ്മത്തിന്റെ ജീവിതം കൊണ്ടുള്ള അടയാളപ്പെടുത്തലായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കർമ്മമാർഗം എന്ന് പറയുന്ന സഹോദരങ്ങൾ. ഒരിക്കൽ അബൂ സഈദ് എന്ന പേരുള്ള കണ്ണു കാണാത്തൊരു മനുഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസം അവതരിപ്പിച്ചപ്പോ, ഇവിടെ ഇത് മാത്രമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരത്തടി അദ്ദേഹത്തിന് നൽകിയെന്നാണ്. ഒരു മരത്തടി നൽകി. ആ മരത്തടി ആ മനുഷ്യൻ വിറ്റപ്പോൾ 9 ദിർഹമും 2 ദീനാറും ലഭിച്ചു അത്രേ.